السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. فقد قال النبي صلى الله عليه وسلم: اتق المحارم تكن أعبد الناس. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد، يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വിശിഷ്ടരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാം എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ്. അതിന് പറയുന്ന പേരാണ് അബ്ദുള്ള എന്നുള്ളത്. അബ്ദുള്ളയാവുമ്പോൾ അയാളിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം അയാളുടെ ഖൽബ് എപ്പോഴും നന്നാവണം എന്ന വിചാരവും നന്നാക്കാനുള്ള ശ്രമവും ആണ്. കാരണം മനുഷ്യർ പല രീതിയിലും ഉണ്ടാകും. ഒന്നാമത്തെ ആളാണ് അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ. അവൻ്റെ ജീവിതവും അവൻ്റെ മരണവും അവൻ്റെ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അതാണ് നിസ്കാരത്തിൽ കൈ കെട്ടിയ ഉടനെ ഞാൻ എന്ത് ചെയ്താലും നിനക്ക് വേണ്ടിയാണ് റബ്ബേ എന്ന അർത്ഥത്തിൽ ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുഖി, എൻ്റെ ഇബാദത്തുകൾ, വമഹയായ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിശ്ചലനങ്ങൾ, വമമാത്തി, എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ്. ഇതാണ് അബ്ദുള്ളമാരുടെ അടയാളം. അവരെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അവർക്ക് വേറെ ഒരു ഉദ്ദേശവും താല്പര്യവും ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യരിൽ തന്നെ അബ്ദുള്ളയാവേണ്ട ആൾക്കാർ അബ്ദുദ്ദീനാറാകും, പണത്തിൻ്റെ അടിമ. അവരുടെ ജീവിതം പണത്തിൻ്റെ മേൽ ആശ്രയിച്ചിട്ടാണ്. നാളെയാണ് സ്ഥലത്തിൻ്റെ ഫുൾ ക്യാഷ് കൊടുക്കേണ്ടത്, ബേജാറില്ല, നാളെ കുറി അടിക്കാൻ സാധ്യതയുണ്ട്, അക്കൗണ്ടിൽ 2-3 ലക്ഷം ഉണ്ട്. അവർ എപ്പോഴും പണത്തിൻ്റെ മേലെയാണ് ജീവിതം. ആചാര്യ മോളെ കല്യാണപ്പോഴാണ് 8-ാം തീയതി, ക്യാഷൊക്കെ ഒത്തിനോ, 2 കുറി അടിക്കാനുണ്ട് ഉസ്താദേ, പിന്നെ ജ്യേഷ്ഠൻ വേണ്ടത് വായ്പ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അള്ള ഉണ്ടല്ലോ, 3-ാമത്തെ ആൾ, പിന്നെ അള്ള ഉണ്ടല്ലോ. പിന്നെ അവരാദ്യ ജീവിതം പണമായിരിക്കും, അബ്ദുദ്ദീനാർ. യഥാർത്ഥത്തിൽ ദീനാർ എന്ന് പണത്തിന് പേര് വരാനുള്ള കാരണം അതുകൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, സ്ഥാപനത്തെ സഹായിച്ച്, നാർ നരകം വാങ്ങാനും പറ്റും. അതുകൊണ്ടാണ് ദീൻ പ്ലസ് നാർ എന്ന അർത്ഥത്തിൽ ദീനാർ എന്ന് പേര് വന്നത്. ദിർഹമിന് അങ്ങനെ പേര് വരാനുള്ള കാരണം ദിർഹം ആണ്, എപ്പോഴും ഒരു ഗമ്മായിരിക്കും, ടെൻഷനായിരിക്കും. പണം ഉള്ളവർക്കായിരിക്കും ലോകത്ത് ടെൻഷൻ കൂടുതൽ. പണം ഇല്ലാത്തവർക്ക് എന്തിനാ ഇപ്പോൾ ടെൻഷൻ? രാവിലെയായി വൈകുന്നേരമായി എന്നല്ലാതെ ഇപ്പം എന്താ ടെൻഷൻ? ടെൻഷൻ ഉണ്ടാവില്ല അവർക്ക്. പണം ഉള്ളവർക്കാണ് ടെൻഷൻ കൂടുതൽ ഉണ്ടാവുക. അപ്പം മനുഷ്യന്മാരിൽ 2-ാമത്തെ വിഭാഗമാണ് അബ്ദുദ്ദീനാർ വ അബ്ദുദ്ദിർഹം, പണത്തിന്റെ അടിമ. അവർ പണമാണ് എല്ലായിടത്തും. അവരുടെ ചിന്ത ഒന്ന്, ഉസ്താദിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും, അത് വണ്ടിയിൽ പെട്രോൾ കുറവാണല്ലോ, അല്ല ഈ വണ്ടി എടുത്തോളി, എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, നമ്മളെ പരിഗണിക്കുമല്ലോ, ഉണ്ടാവില്ല. എപ്പോഴും പണം 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 പണം. ഞാൻ പിന്നെ ജ്യേഷ്ഠൻ്റെ സ്ഥലം എടുക്കുന്ന കച്ചവടത്തിൽ നിന്നോടത്തില്ല. എന്തുകൊണ്ട്? ജ്യേഷ്ഠനോടൊന്നും പണം വാങ്ങാൻ പറ്റില്ലല്ലോ. കണ്ടോ, മൂപ്പരൊന്ന് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എല്ലാം നേരത്തെ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ മാതിരി ലിദ്ദിർഹമി വദ്ദീനാർ. അതാണ് അവരുടെ ചിന്ത. ഭാര്യ വിളിച്ചിട്ട് പറയാണ്, ഒരു 2 കിലോ മുന്തിരി വാങ്ങണേ, അല്ലെങ്കിൽ ആപ്പിൾ വാങ്ങണേ, ഗസ്റ്റ് വരുന്നുണ്ട്, ഫ്രൂട്ട് സലാഡ് ആക്കാനാണ്. അപ്പോൾ ഇയാൾ ചിന്തിക്കുക, ഒരു 1.5 കിലോ വാങ്ങിയാൽ അത്രയും ലാഭമില്ല. പക്ഷെ ഭാര്യക്കെല്ലാം തിരിയും, 2 കിലോ ഇല്ലെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ഫ്രൂട്ട് ഷോപ്പിൽ പോയപ്പോൾ ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ പറഞ്ഞു 2,100 ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? വേണ്ട, ആപ്പിൾ തിരിച്ചിട്ടാളി. അപ്പൊ 1,900 ഒരു 20-30 രൂപ ലാഭം കിട്ടുമല്ലോ. ഇങ്ങനെ ജീവിതം, എന്ത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും പണം പണം പണം.
ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് സംഘാടകൻ ചോദിച്ചാൽ അത് ഒരു പണം ചിന്തിക്കും. പണം ഇത് വലിയ ദുരന്തമാണ്, ഭയങ്കര ദുരന്തമാണ് ജീവിതത്തിൽ. ഇതാണ് അബ്ദുദ്ദീനാർ, അബ്ദുദ്ദർഹം. അവർ മുഴുവനും അള്ളാഹുവിലല്ല തവക്കുൽ, അവർ പണത്തിന്റെ മേലെയാണ് തവക്കുൽ. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് അബ്ദുൽ ഹവ, ആഗ്രഹത്തിന്റെ അടിമ. മൂപ്പരുടെ ആഗ്രഹം ഇപ്പൊ ഉറങ്ങണം എന്നാണ്, ഉറങ്ങും. വിശ്വാസിച്ചിട്ടില്ലല്ലോ, നിസ്കരിക്കാലോ, സുബഹി വരെ സമയമുണ്ടല്ലോ. മൂപ്പരെന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യും. അതിന്റെ പുതിയ വേർഷനാണ് പുതിയ കുട്ടികൾ പറയുന്ന മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉപ്പ ഇടപെടണ്ട, ടീച്ചർ ഇടപെടണ്ട, ഉമ്മ ഇടപെടണ്ട. ലിബറലിസം എന്നെല്ലാം പുതിയ സാഹിത്യവാക്കിൽ വിളിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയിമത്ത് പറഞ്ഞ അബ്ദുൽ ഹവയാണ്, ആഗ്രഹങ്ങളുടെ അടിമ. അവൻ ആഗ്രഹിച്ച എന്തും അവൻ ചെയ്യും. യഥാർത്ഥത്തിൽ ഇബ്ലീസിനേക്കാൾ വലിയ ശത്രുവാണ് ഹവ എന്നുള്ളത്. ഇബ്ലീസിന് റമദാനിലെങ്കിലും ലീവുണ്ട്, ഇബ്ലീസിനെ റമദാനിൽ കെട്ടിയിടും. എന്നാൽ റമദാനിലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണല്ലോ ഹവ എന്ന് പറയുന്നത്. ആഗ്രഹം, ദുരാഗ്രഹം, ഇച്ഛ, അല്ലെങ്കിൽ ശാരീരിക ഇച്ഛ എന്നൊക്കെ പറയാം. ഇബ്ലീസിന്റെ ചതിപ്രയോഗവും ഹവൻ നഫ്സിന്റെ ചതിപ്രയോഗവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം രണ്ടെണ്ണമാണ്. കുറേയുണ്ട്, പ്രധാനപ്പെട്ടത് രണ്ടെണ്ണം. ഒന്ന്, ഇബ്ലീസിന് ഇപ്പൊ ഒരാളെ തെറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ആ തെറ്റ് ചെയ്യിപ്പിക്കാൻ ഇബ്ലീസ് ശ്രമിക്കും. അതേ സമയത്ത് നമ്മുടെ ശരീരേച്ഛ, ദുരാഗ്രഹം, ഹവൻ നഫ്സ് ഒരു തെറ്റ് ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചിട്ട് ചെയ്യുന്നില്ലെങ്കിൽ വേറെ തെറ്റിലേക്ക് പോകും. ലവറായ പെണ്ണ് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ഇവൻ വേറെ ഹറാമായ വീഡിയോ കാണും, അത്രേ ഉള്ളൂ. കാരണം മൂപ്പർക്ക് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നരകത്തിൽ എത്തിച്ചാൽ മതി. ഇന്ന് തന്നെ ചെയ്യണം എന്നൊന്നും മൂപ്പർക്ക് നിർബന്ധമൊന്നുമില്ല. കണ്ടോ, അതാണ് അതിന്റെ ഒരു പ്രശ്നം, ഹവൻ നഫ്സ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം നമ്മളെ ചതിയിൽപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഒരു തെറ്റ് ചെയ്യൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഹവൻ നഫ്സ് ചെയ്യുന്ന പരിപാടി എന്നാണ് ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന്, ഒരാൾ മൊബൈലില് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ നിരന്തരം ഹറാമ് കാണുന്നു, ചെറുപ്പക്കാർ അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിൽ അയാൾ വെറുതെ കുറെ വീഡിയോസ് ഇങ്ങനെ കണ്ട് കാലം തീർക്കുന്നു. അപ്പൊ അയാൾക്ക് തോന്നി വേണ്ടല്ലേ, ഈ യൂട്യൂബ് ഒന്നും വേണ്ട, ഇൻസ്റ്റഗ്രാം ഒന്നും വേണ്ട. അപ്പൊ തെറ്റൊക്കെ ഒന്ന് നിർത്തി റമദാനൊക്കെ അല്ലേ നന്നാവണം എന്ന് വിചാരിക്കുമ്പോൾ ഹവൻ നഫ്സ് തരുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് അറിയാം, ചതി. ആ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന്, അല്ല മോനെ, നീ മൊബൈലിൽ യൂട്യൂബിൽ നിന്ന് സമയം കളയുന്നു എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് തന്നെ അൺഇൻസ്റ്റാൾ ആക്കണോ? അപ്പം പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനമൊക്കെ എങ്ങനെ ലൈവിൽ കാണല്? മാത്രമല്ല എത്ര ഓൺലൈൻ മജ്‌ലിസ് ഉണ്ട്, വയല് മദ്ഹ് ഗാനം കട ഇപ്പുറത്തേക്ക് തള്ളിയിടും. ആ പെണ്ണ് ആ കോളേജിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് നീ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നില്ല എന്നാ അതിന്റെ ആവശ്യം എന്ത്? ഓൾ ഇപ്പുറത്തേക്ക് കൂടി പോയിക്കോട്ടെ, നീ ഇപ്പുറത്തേക്ക് കൂടി പോകുന്ന പോലെ ആണോ? തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരത്താണ് ഹവൻ നഫ്സ് ചെയ്ത ഏറ്റവും വലിയ ചതി. അതിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും പെട്ടുപോകുക. അതുകൊണ്ടാണ് 100 ആളെ കൊന്നാളോട് ഇസ്ലാം കൊലപാതകം നിർത്തണം എന്നല്ല പറഞ്ഞത്, നീ ആ നാട്ടിൽ നിന്ന് പോകണമെന്ന്. കാരണം നീ ആ കോളേജിൽ ഉണ്ടായിരിക്കെ എന്തായാലും തെറ്റ് ചെയ്യും, നീ ആ നാടിന്റെ ആംബിയൻസ് അങ്ങനെയാണ്, നീ അവിടുന്ന് പോകണം. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. അതാണ്. അപ്പൊ മനുഷ്യർ 3 വിധം: ഒന്ന് അബ്ദുള്ള, 2 അബ്ദുദ്ദീനാർ, 3 അബ്ദുൽ ഹവ. ഇനി അബ്ദുള്ളമാരെ കുറിച്ച് പറയണം. അബ്ദുള്ളമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഭയങ്കര താഴ്മയായിരിക്കും, ജീവിതത്തിൽ ഭയങ്കര താഴ്മയായിരിക്കും. കിബർ, അണുമണി തൂക്കം ഉണ്ടാവില്ല, അണുമണി തൂക്കം ഉണ്ടാവില്ല. കിബർ എന്ന രോഗം അണുമണി തൂക്കം, മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, ഒരു കടുക് മണിയുടെ അത്ര കിബർ നമ്മുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലെത്തൂല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ക്യാൻസർ ഒക്കെ ചെറിയ രോഗം കിബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ക്യാൻസർ വന്നാൽ കൂടിപ്പോയാൽ മരിക്കലാം. നമ്മൾ പേടിക്കുന്ന വലിയ ഏത് രോഗം വന്നാൽ അതിന്റെ ലാസ്റ്റ് സംഭവിക്കലും മരിക്കലാം. അതിനെന്താ പ്രശ്നം? അള്ളാന്റെ അടുത്തേക്കല്ലേ പോകുന്നത്. ലോകത്ത് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് നമ്മളെ അള്ളാഹ്ക്കല്ലേ, അള്ളാന്റെ അടുത്തേക്ക് പോകല്ലേ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ കടം, കുറെ പ്രയാസം, കുറച്ച് ബുദ്ധിമുട്ട്, കാലുവേദന, മുട്ടുവേദന, എന്ത് പറഞ്ഞാൽ അതൊക്കെ മരിക്കുന്നവരല്ലേ ഉള്ളൂ. ബാക്കി അള്ളാന്റെ അടുത്തേക്കല്ലേ പോകേണ്ടത്. അതേസമയത്ത് കിബർ എന്ന രോഗം ഒരാൾക്ക് വന്നുപോയാൽ അയാൾ ഈമാൻ ഇല്ലാതെ മരിച്ചു പോവാൻ കാരണമെന്ന തെറ്റാണ്. അള്ളാന്റെ അടുത്തേക്കല്ലേ ഇപ്പൊ കുറെ കടം, കുറെ പ്രയാസം, കുറച്ച് ബുദ്ധിമുട്ട്, കാലുവേദന, മുട്ടുവേദന, എന്ത് പറഞ്ഞാൽ അതൊക്കെ മരിക്കുന്നവരല്ലേ ഉള്ളൂ. ബാക്കി അള്ളാന്റെ അടുത്തേക്കല്ലേ പോകേണ്ടത്. അതേസമയത്ത് കിബർ എന്ന രോഗം ഒരാൾക്ക് വന്നുപോയാൽ അയാൾ ഈമാൻ ഇല്ലാതെ മരിച്ചു പോവാൻ കാരണമെന്ന തെറ്റാണ്. 80,000 കൊല്ലം ഇബാദത്തുണ്ടായിരുന്നു ഇബ്ലീസിന്. അലാമാ ഖാല ബഅ്ദുഹു,
80,000 കൊല്ലം. അത് മുഴുവനും നശിച്ചു പോയത് എന്തുകൊണ്ടാണ്? നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? അയാളുടെ കിബർ എന്ന രോഗം അയാളെ വല്ലാതെ പിടികൂടി. നമുക്ക് കിബർ ഇല്ല എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു കിബറിന്റെ പാർട്ടാണ്. എനിക്കാ കിബറ ഇവിടെ, ഞാൻ വളരെ താഴ്വുള്ള ആളാണ്, അതൊരു കിബറാണ്. കണ്ടോ? കിബർ ഉണ്ടാവാൻ 7 കാരണങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ അതിനെ നന്നായി തന്റെ സവാജിറിൽ വിശദീകരിക്കുന്നു. അതിലൊന്ന് പണം. പണം കൊണ്ട് നല്ലോണം കിബർ ഉണ്ടാവും. 2 തക്കാഫിൽ ഏറ്റെടുക്കുമ്പോഴേക്ക് കണ്ടിട്ടില്ലേ, മൂപ്പരുടെ കാർ പാസ് സമ്മേളനത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തക്കാഫിൽ ക്യാൻസൽ ആവും. ഇപ്പം ചില പ്രമാണിമാരെ ഒരു സ്ഥാപനം ടോപ്പാന്ന് പറയല, എങ്ങനെ അടുത്ത കുട്ടികളൊക്കെ തുഹ്ഫ, നിഹായ, മുഗ്നി, മഹല്ലി, എന്താ കുട്ടികളുടെ പഠനം. അൽഫിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 1000-2000-1000-ലധികം ബൈത്തുകൾ ഇങ്ങനെ പാടാണെന്നല്ല ഇപ്പോഴോ സ്ഥാപനത്തിന് വിലയിരുത്തല് പ്രമാണിമാർ. പിന്നെ ഇങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല സ്വീകരണമായിരുന്നു എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും കൽക്കണ്ടിയാണ് ഈ പറയുന്നത്. എന്താ ചങ്ങായിമാര്, അണ്ടിപ്പരിപ്പും കൽക്കണ്ടിക്കാൻ മുത്താലിങ്ങളെ തക്കാഫിൽ ഏറ്റെടുക്കണം? അല്ല, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്, വേറൊന്നിനല്ല. അതാണ് ഷഹറാനി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ അൽ കൗകബു ഷാഹിദ് ഫിൽ ഫർഖ് ബൈനൽ മുരീദി സ്വാദിഖ് വഗൈരി സ്വാദിഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വദുആഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ ഇലാ ഹുദൂരി വലീമതിഹിം. ചിലർ അവരുടെ വീട്ടിലേക്ക് അവരുടെ മകളുടെ നിക്കാഹിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫംഗ്ഷനിനോ ആലിമീങ്ങളെയും നേതാക്കളെയും വലിയ വലിയ ആരെയൊക്കെ ക്ഷണിക്കും. ആ ക്ഷണിക്കുന്നതിന് താല്പര്യം വർക്കത്തിടണമെന്നല്ല, പിന്നെന്താ, എന്റെ 4 മക്കളുടെയും നിക്കാഹ് അവരാണ് കഴിച്ചത്, അങ്ങനെ 2 ആളുടെ മുമ്പിൽ ഡയലോഗ് അടിക്കണം. ആ ഉദ്ദേശം ഒരാൾക്കുണ്ടെങ്കിൽ വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്, അയാൾ നശിച്ചു പോവാൻ അത് കാരണമാകുമെന്ന് മഹാനവറുകൾ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്നുള്ള വിനയമാണ് നമുക്കുണ്ടാവുന്നത്. ഒരാൾക്ക് കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ അതേ ഭാഗത്ത് തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, പണക്കാർ വിളിച്ച പരിപാടിക്ക് മൂപ്പര് വേഗം പോകും, പാവപ്പെട്ടവർ വിളിച്ചാൽ മൂപ്പര് ഒരു മടിയുണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ, പണക്കാരാണ് വിളിച്ചതെങ്കിൽ നല്ല ഇന്നോവയും അല്ലെങ്കിൽ ഓഡിയോ ഫോർച്യൂണറൊക്കെ ആക്കി ഫാമിലി അടക്കം ആ നിക്കാഹിന്, ആ കല്യാണത്തിന്, ആ ഹൗസ് വാമിങ്ങിന് പോകും. അതേസമയം പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉണ്ട്, മഹല്ല് കമ്മിറ്റിയൊക്കെ സഹായിച്ച് നടത്തുന്നത്, അതിന് മൂപ്പര് പോകില്ല. ഭാര്യനോട് പറയും, നീ അങ്ങ് പോയാൽ മതി, ഞാനൊരു 500 തരാം അല്ലെങ്കിൽ ഒരു 1000 തരാം എന്ന് പറയും. പണക്കാര് വിളിച്ച പരിപാടിക്ക് മൂപ്പര് വേഗം അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചെന്ന നേതാവാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലേ, എന്നോട് നബി തങ്ങൾ ഉപദേശിച്ചത് ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, മോനെ ഈ പാവപ്പെട്ടവരെ നല്ലോണം സ്നേഹിക്കണം. കിബറിന്റെ 2ാമത്തെ അടയാളം ഇഹ്യാ ഉലൂമുദ്ദീൻ പറയുന്നുണ്ട്, വീട്ടിലുള്ള ആവശ്യങ്ങൾ മൂപ്പർക്ക് നിർവഹിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഭാര്യ പറഞ്ഞു, അതിഥികൾ വരുന്നതല്ലേ, തീരെ വയ്യ, നിങ്ങൾ ഒന്ന് ആ ബാത്റൂം തേച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ഉരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കും, ഉസ്താമാരെല്ലാം വരുന്നതല്ലേ, ഞാനാ ബാത്റൂം കഴുകാനോ, നീ എന്താ പറയുന്നത്? മൂപ്പർക്ക് ഭയങ്കര സംഭവം. അടിച്ചു വാരിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വീട് അടിച്ചു വാരിയിട്ടുണ്ട്, പാല് കറന്നു കൊടുത്തിട്ടുണ്ട്, ആർക്ക്? ഭാര്യക്ക് കുടിക്കാൻ, പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മളെ നേതാവ്. നമ്മൾ ആലോചിച്ചു, ഷഹറാനി ഇമാമിന്റെ ഭാര്യ നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ മൂത്രൊഴിച്ചതും കാഷ്ടിച്ചതൊക്കെ വൃത്തിയാക്കിയ കൈകളായിരുന്നു ഷഹറാനി ഇമാമിന്റെ, അഥവാ 300 കിതാബ് എഴുതിയ കൈ. അതിനു വേണ്ടി മാത്രമല്ല എനിക്ക് അള്ളാഹു തന്നത് എന്ന ബോധം ഷഹറാനി ഇമാമിനുണ്ട് കേട്ടോ. പാതിരാക്ക് എന്റെ അബ്ദുറഹ്മാൻ എന്ന മോനെ കരയുമ്പോൾ എന്റെ ഭാര്യന്റെ ഉറക്ക് ശല്യാവോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മോനെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുപോയി സുബി വരെ അവനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും. എന്തിന്? എന്റെ ഭാര്യന്റെ 1 സെക്കൻഡ് ഉറക്ക് പോണ്ടാന്ന്. കണ്ടോ, കിബറില്ലാത്ത മനുഷ്യന്മാര് ജീവിച്ചു പോയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഷഹറാനി ഇമാം ഇതൊക്കെ പറയുന്നത് തന്റെ അൽ മിനൻ എന്ന ഗ്രന്ഥത്തിലാണ്. എനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. 3ാമത്തെ ഒരു അടയാളാണ്, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കിബറുന്ന അതിനർത്ഥം. മാർക്കറ്റിൽ ഞാൻ പോവാനാ, എല്ലാം കൂടെ എനിക്കൊരു പ്രസ്റ്റേജിൽ, ഞാൻ 4 ദിവസം അബുദാബിയിൽ ലീവ് എടുത്തിട്ട് വന്നത് ഇതിനാ. ഹോം ഡെലിവറി ഇല്ലേ? കണ്ടോ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവരുടെ മകൻ അബ്ദുല്ലാഹി തങ്ങളെ കുറിച്ചും ആ കാലത്തെ ആൾക്കാർ പറയുന്നുണ്ട്, ടൗണിലൂടെ കക്കിരിയും പച്ചക്കയിലും എടുത്തിട്ട് നടക്കുന്നതാണെന്ന് വീട്ടിലേക്ക്. നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരാണ്. അതന്നെ നന്നാവൽ എന്ന് പറഞ്ഞാൽ. നന്നാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്ദുള്ളയാവുക എന്നാണ് അതിന്റെ അർത്ഥം, നമ്മൾ അള്ളാഹുവിന്റെ അടിമയാവുക. കിബറിന്റെ 4ാമത്തെ അടയാളം, മൂപ്പരുടെ സമപ്രായക്കാരോ ജൂനിയേഴ്സോ ആയ ആള് എന്തെങ്കിലും ഒരു തെറ്റ് തിരുത്തി കൊടുത്താൽ മൂപ്പര് അത് അംഗീകരിക്കൂല. മേലുള്ള ആൾക്കാർ തിരുത്തി കൊടുത്താൽ ഒക്കെ ആയിരിക്കും,
ആ ഉസ്താദ, ഓക്കെ സാർ, അത് അറിയാണ്ട് സംഭവിച്ചെന്നൊക്കെ പറയും. സമപ്രായക്കാരായ ആൾക്കാർ തിരിച്ചു കൊടുത്ത മുപ്പര് അംഗീകരിക്കൂല. മോനെ, നമ്മൾ കുറെ കാലം കേട്ടോ സംഘടനയിലൊക്കെ കേട്ടോ പവറാക്കണം, നീ ഇപ്പം വന്നിട്ടുണ്ട്, മുപ്പര് അത് അംഗീകരിക്കൂല. അങ്ങനെയൊന്നും നമ്മൾക്ക് പറ്റൂല. അത്വാബ് ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ബാർബർ പറഞ്ഞു കൊടുത്തല്ലോ, ഇടത് ഭാഗം അല്ല കാണിക്കേണ്ടത്, വലതു ഭാഗം കാണിക്കും. മുടി മുറിക്കാൻ തുടങ്ങണല്ലേ, വലത്തുനിന്നല്ലേ തുടങ്ങേണ്ടത്. ഈ ബാർബറെ കാണിച്ചിട്ട് അത്വാബ് തങ്ങൾ പറയാത്രേ, ഇവരാണ് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചെന്നത്. കണ്ടോ, അതാണ് കിബറില്ലാത്ത ഖൽബ് നമുക്ക് ഉണ്ടാവണം. ഒരണുമണിത്തൂക്കം കിബർ വന്നാൽ ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലെത്തൂലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവരുടെ സംസാരത്തിലൊക്കെ എപ്പോഴും ഒരു അന വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ എന്ന് വരുന്നില്ല. ഉദാഹരണത്തിന് ഇവിടെയുള്ള ആരും SSLC എഴുതാത്തവരാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിൽ ഒരു 5 തവണ പറയും, ഞാൻ SLC എഴുതുന്ന കാലത്ത് ആ ഡയലോഗ് അടിക്കും. ഇനി നിങ്ങൾ എല്ലാവരും SLC എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡയലോഗിൻ്റെ സ്ലാങ് മാറ്റിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +2 പഠിക്കുന്ന കാലത്ത് നല്ല ഡയലോഗ് ഉണ്ടാവും. ഇനി നിങ്ങളെല്ലാവരും +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി വെച്ചിട്ടായിരിക്കും കളി ഉണ്ടാവുക. ഇനി ഇതൊരു ഭൗതിക പഠനത്തിൽ മാത്രമൊന്നും അല്ല കേട്ടോ. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി ഇവിടുന്ന് അയച്ച ഒരു സംഘാടകൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അവരെന്നോട് പറഞ്ഞു, രാമനാട്ടുകരയിലോ കൊണ്ടോട്ടിയിലോ മഞ്ചേരിയിലോ ചെറിയ ബ്ലോക്കിൽ പെട്ടോണ്ടാണ് ഡിലേ ആയത്, പക്ഷെ നേരത്തെ എത്തിയോ? അപ്പൊ ഞാൻ പറയും, ഞാൻ 4:30 വന്ദേ ഭാരതിൽ വന്നു എന്ന് പറയും. ശരിക്ക് വന്ദേ ഭാരത് എന്ന് പറയുന്ന ആ ട്രെയിനിന്റെ പേര് അവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല, ഒരു സ്കോപ്പും ഇല്ല. പക്ഷെ എന്തിനാ പറയുന്നത് വെച്ചാൽ, നിങ്ങളെ പോലെ ഏറനാട് പരശു എഗ്മോറിലൊന്നും അല്ല എൻ്റെ സഞ്ചാരം, ഞാൻ വേറെ തന്നെ ലെവലാണെന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇതിലും മാത്രമല്ല കേട്ടോ, ഞാൻ ഉസ്താദിന്റെ അടുത്തുള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. പിന്നെ ഇതിന് ഇവൻ വിളിച്ചത് ഇവൻ അങ്ങോട്ട് വിളിച്ചിട്ടാ പറയില്ല, ഞാൻ ഉസ്താദിന്റെ അടുത്തുള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചായത്ത് സെക്ടർ ഡിവിഷൻ നേതാക്കളായിട്ടൊന്നും അല്ല ബന്ധം, നമ്മൾ വേറെ തന്നെ ലെവലാണെന്നാണ് അതിന്റെയും അർത്ഥം കേട്ടോ. എന്നാൽ ലോകത്ത് മുഴുവൻ സ്ഥാനവും കീഴടക്കിയ നമ്മുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിന്റെ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാവും അറിയാം? എന്താ ഉണ്ടാവുക? നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെ. മുജാഹിദാർ അർത്ഥം വെക്കുന്ന പോലെ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെ. ആയത്ത് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പരിചയമുണ്ട്. ഇനി ഹദീസിലേക്ക് വരാം. ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. എന്തിനാണ് ഈ റസൂൽ ഈ അടിമയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനാ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം? തങ്ങൾ എന്തെങ്കിലും താഴെ ഇരിക്കുന്നത്? ഒരു അടിമ ഇരിക്കുന്ന പോലെ ഞാൻ ഇരുന്നോളാം. തങ്ങൾ എന്തെങ്കിലും മുട്ടുകുത്തിയിട്ടൊക്കെ തിന്നുന്നത്? ആക്കുലു കമാ യക്കുലുൽ അബ്ദു, ഒരു അടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നോളാം. അങ്ങനെ അവിടത്തേക്ക് ഇഷ്ടം. അഷ്റഫുൽ ഖൽഖ്, അക്രമുൽ ഖൽഖ്, എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും തങ്ങൾക്ക് പറയാൻ ഇഷ്ടം അതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, കണ്ടോ, എൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ റബ്ബ്, കണ്ടോ, എന്റെ അടിമക്ക് ഞാൻ വേണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങോട്ട് പറയുന്നത്? അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അള്ളാന്റെ അടിമ എന്ന് പറയാൻ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അവിടെയാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് റിഫായി ശൈഖും ജീലാനി തങ്ങൾക്ക് ജയിച്ചു കയറിയത്. അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഒരു സംശയം ഉണ്ടാവും. എന്താ സംശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ ലീഡറാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അബ്ദ് എന്ന് മാത്രമല്ലല്ലോ, ലീഡർ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു സംശയം ഉണ്ടാവും. അതിന് മറുപടി തൊട്ട് ശേഷം തന്നെ ഉണ്ട്. അന സയ്യിദു ഉൽദി ആദം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഹദീസിന്റെ ബാക്കിയിലുള്ളത് വലാ ഫഖ്റന, എനിക്ക് ഈ നേതാവാണെന്നുള്ള ക്വാളിറ്റിയിലൊന്നല്ല ഫഖ്ർ. എന്റെ അഭിമാനം ഞാൻ നേരത്തെ പറഞ്ഞ അന അബ്ദുൻ, ഇന്നമാ അന അബ്ദുൻ, അതുകൊണ്ടാണ് തൊട്ട് ശേഷം വലാ ഫഖ്റ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഒന്നും കൂടി ഒരു സംശയം ഉണ്ടാവും മുത്താലിങ്ങൾക്കൊക്കെ. എന്താ സംശയം ഉണ്ടാവുക? എന്നാ പിന്നെ ആദ്യം പറയേണ്ടതാ പോരെ. ഒരു കാര്യം പറഞ്ഞു പിന്നെ വലാ ഫഖ്റ എന്ന് പറയുന്നതിനേക്കാൾ തീരെ പറയേണ്ടതാ പോരെ. അതെന്തിനാന്ന് വെച്ചാല് അതുണ്ട്. അതെന്താ കാരണം? അതിന്റെ കാരണം അങ്ങനെ പറയാണ്ടെന്നാ ശരിയാവില്ല. കാരണം യൗമൽ ഖിയാമ എന്ന് പറയുന്നുണ്ട്. അന സയ്യിദു ഉൽദി ആദം യൗമൽ ഖിയാമ. നിങ്ങൾ ഇന്ന് പറയുന്ന നേതാക്കളൊന്നും അന്ന് ഉണ്ടാവില്ലേ, ഞാനേ നേതാവായിട്ടുണ്ടാവുള്ളൂ. അപ്പം പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാലേ എന്റെ പാവപ്പെട്ട ഉമ്മത്തിന് എന്റെ അടുത്ത് ശഫായത്തിന് വരാൻ പറ്റും. അത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഈ ഹദീസ് ശരിക്കും പഠിച്ച് ജീവിച്ച ആളാണെങ്കിൽ ആദ്യ നബി, ഇബ്രാഹിം നബി, ഇദ്രീസ് നബി, ഷീസ് നബി, നൂഹ് നബി, സ്വാലിഹ് നബി, ഇവരടുത്തെല്ലാം പോയി ഇല്ല നഫ്സി 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 നഫ്സി, അത് ആവില്ല. ഇവർക്ക് ശരിക്കും ഈ ഹദീസ് അറിയാം. ഇവർ എത്ര കൊല്ലം ദർശനം നടത്തിയതാ. ഈ ഹദീസ് പഠിച്ചുകൊണ്ട് തന്നെ ഡയറക്റ്റ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകും, ശഫാഅത്തും അങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഷാറാനി ഇമാമിന്റെ ആദാബുൽ ഉബൂദിയ, അൽ മിനൻ, യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ, അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഈ വിശദീകരണം കാണാം. അപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ അബ്ദുള്ളയാവും, ഒരു പച്ച മനുഷ്യനാവും. അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു സഹാബത്ത് മുഴുവനും. സഹാബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അവരെല്ലാവരും അബ്ദുള്ളമാരാണ്, പാവം. അവർക്ക് ഒരാൾക്കും കിബറില്ല. അസ്സഹാബത്തു കുല്ലുഹും ഫിൽ ജന്ന. ഒരൊറ്റ പിൽക്കാല വലിയും ഒരു സഹാബിയുടെ സ്ഥാനത്തെത്തൂല. മാത്രമല്ല സ്വഹാബത്തിനെ സൂഫിയാക്കൾ എന്നുള്ള പരാമർശം തന്നെ പൊതുവെ നടത്താറില്ല. അതിന്റെ കാരണം എന്താ? സൂഫി എന്നുള്ള
ബിരുദം സ്വഹാബി എന്ന ബിരുദത്തിനേക്കാൾ എത്രയോ താഴെയാണ്. സ്വഹാബി എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ് സ്വഹാബിമാരാവുക. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ആ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ സ്വഹാബിയാണ്. പക്ഷെ ആരെങ്കിലും ഈസാ നബിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് എല്ലാവരും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിനേക്കാൾ വലിയ പോസ്റ്റ് ഇല്ല ഈസാ നബി അലൈഹി സ്വലാമിന്. അതുകൊണ്ട് തന്നെ കണ്ടോ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര സൂഫിയാന്ന്. എന്തിനാ പറയേണ്ട ആവശ്യം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബി ആവലോടുകൂടി എല്ലാത്തിന്റെയും മീതെ. സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഭയങ്കര താഴ്മയുള്ളവരാണ്, ഭയങ്കര താഴ്മയാണ്. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെല്ലാം ഗുണങ്ങൾ മേളിച്ച നേതാവാണ്. എന്തൊക്കെ ഗുണങ്ങളാണ്. ഞാനെങ്ങാനും ആത്മാർത്ഥമായി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർട്ടിഫൈ ചെയ്ത സ്വഹാബിയാണ്. പക്ഷെ എന്റെ ഹൃദയത്തിൽ സ്പേസ് ഇല്ല, ഒരു സൂചി കുത്താൻ വരെ സ്ഥലമില്ല, ഫുൾ അല്ലാഹു ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനവും എന്റെ ഹൃദയത്തിൽ വേറൊരാൾക്ക് കൊടുക്കാനില്ല. അഥവാ ഒരു സ്ഥാനം എന്റെ ഖൽബിൽ കൊടുക്കുകയാണെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീലാ. അത്രയും വലിയ പോസ്റ്റാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തേക്കുന്നത്. എന്താണ് ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ പറയുന്നല്ലോ ഭയങ്കര മഹബത്താണ്, ഭയങ്കര ഇബാദത്താണ്. എന്താണ് ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു വെച്ചേക്കുന്നത്? എന്താണ് അവരുടെ ഒക്കെ കൽബാണ്, അത്രയും സോഫായ കൽബാണ്. അവർക്ക് ഒരിക്കലും ഞാൻ എന്നുള്ള ഒരു ചിന്ത തന്നെ ഉണ്ടാവില്ല. ഉദാഹരണം നോക്കൂ, അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മൂപ്പർ എന്താ ചെയ്യല്? സ്റ്റേജ് വന്ന് അൽഹംദുലില്ലാഹ് ഹുസൈൻ ഇനിയും വേണമെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനല്ലേ പറയാ? അല്ലെ, അങ്ങനല്ലേ പറയാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂൽ പറയാ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന്. അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരച്ചില്ല. എന്താ അബൂബക്കറെ കരയണത്? മുത്തുനബി എന്താണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അങ്ങനെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെ അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ലല്ലോ. അബൂബക്കർ തന്നെ തങ്ങൾക്കുള്ളതല്ലേ, അപ്പൊ പിന്നെ തങ്ങളെ സ്വത്തല്ലേ അത്. അതിന് അബൂബക്കർ എന്ന് പറഞ്ഞത് കണ്ടോ? നിങ്ങൾ നോക്കി ആ മനസ്സിന്റെ ഒരു ശുദ്ധി. അബൂബക്കർ എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത്. നമ്മുടെ നാട്ടിൽ ആചാര്യയുടെ പേര് പറഞ്ഞിട്ട് പിറ്റേത്തെ കൊല്ലം കിട്ടൂല, അത്ര തന്നെ വേറെ സംഭവിക്കുക. അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം. ആ ബന്ധത്തെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. അതാണ് അബ്ദുല്ലാഹ്. സ്വതക്ക ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ചെയ്തു. എന്താ സ്വതക്ക ചെയ്തത്? ഫുള്ളായിട്ട് ചെയ്തു. ഇനി വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? എന്റെ അള്ളാഹിനെ മുത്തുനബിനെ അവിടെ വെച്ചിട്ടാണ് നീങ്ങുന്നത് എന്ന് പറയുന്നത് കണ്ടോ? നാളെ എന്ത്, ബാക്കി എന്ത് എന്ന ചിന്തക്കപ്പുറത്ത് അല്ലാഹ് എന്നൊരു മഹബത്തിന്റെ ലോകമാണ് അവർക്കുള്ളത്. ഇത് എല്ലാ ഘട്ടങ്ങളിലും കാണാൻ പറ്റും. സൗർ ഗുഹയിൽ കയറുന്ന സന്ദർഭം. സൗർ ഗുഹയിൽ കയറിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഗുഹയിലേക്ക് കയറുന്നതിന് മുമ്പ് മക്കാനക യാ റസൂലുള്ളാഹ്, തങ്ങളൊന്ന് കുറച്ച് സമയം പുറത്തിരിക്കാവോ? ഹദീസിലുണ്ടല്ലോ, തങ്ങളൊന്ന് കുറച്ച് സമയം പുറത്തിരിക്കാവോ? എന്തിനാ അബൂബക്കറെ ഞാൻ പുറത്തിരിക്കേണ്ടത്? അത് വല്ല ഇഴജന്തുക്കളും ഗുഹയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് തങ്ങളൊന്ന് പുറത്തിരിക്കേണ്ടത്. വല്ല ഇഴജന്തുക്കളും ഗുഹയിലുണ്ടെങ്കിൽ അവ ഞാനൊന്നും ഒന്നിച്ചു കയറിയാലോ, തങ്ങളെ കുത്തിയാലോ, അടിച്ചാലോ, അപ്പൊ അബൂബക്കറിനെ കുത്തിയാലോ? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരം എന്തായിരിക്കും അവിടെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത എന്ന് പറയുന്നത്, ഞാനില്ലല്ലോ ഇനി, ഞാൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമല്ലേ. എന്തിനാണ് എന്നെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്? കണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ കയറി എല്ലാം കഴിഞ്ഞ് കാല്, ഒരു പൊത്ത് ഉണ്ടായിരുന്നു, ആ കാല് അവിടെ വെച്ചു. കുറെ പൊത്തുകൾ ഉണ്ടായിരുന്നു, അവിടെ അടച്ചിട്ട് അത് വെച്ചു. പാമ്പ് കടിയേറ്റല്ലോ, പാമ്പാണോ അല്ലയോ, എന്തോ ഒന്ന് കുത്തിയിട്ടുണ്ട്. ശരിക്കും പാമ്പ് കടിയേറ്റത് കാലാണ് വലിക്കേണ്ടത്. പക്ഷെ കാല് വലിക്കണില്ല. എന്താ കാരണം? കാല് അങ്ങനെ വലിക്കാൻ പറ്റൂല. കാരണം ലോകരാജാവിന്റെ തലയണയാണ് ഇപ്പൊ ഈ കാല്. അത് നടക്കൂല, അത് വലിയൂല, എന്തായാലും വലിയൂല. ആ കാലിന് ഇനി എന്ത് സംഭവിച്ചാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് വലിക്കൂല. പിന്നെ കണ്ണിന്ന് വെള്ളം ഉറ്റൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്രകാരം ഉറ്റുന്നതല്ല. അത് ചില സ്ഥലത്ത് അമിതമായ വേഗതയിൽ അടി കിട്ടിയാലോ നല്ല വേദന ഉണ്ടായാലോ കണ്ണിന്ന് വെള്ളം ഉറ്റും. റിഫ്ലക്ഷനാണ് അത് തങ്ങളുടെ മുഖത്തായി. മാമിക്കായ അബൂബക്കറിന് എന്താ പറ്റിയത്? അതിന്റെ മറുപടി ആട്ടങ്ങൾ രണ്ട് ഉത്തരമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. ഒന്ന് ഒറിജിനൽ ഉത്തരം, അത് രണ്ടാമത് കൊടുക്കുന്നത്. രണ്ടാമത്തത് ചോദ്യത്തിന്റെ ഉത്തരം, അത് ഒന്നാമത് കൊടുത്തു. ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തു, പാമ്പോ മറ്റോ കടിച്ചതാണെന്നാ തോന്നുന്നു. ഒറിജിനൽ ഉത്തരം കൊടുത്തു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഉറ്റിപ്പോയതാണ് നബിയെ, കണ്ണീർ ഉറ്റിപ്പോയതാണ്, ഉറ്റിച്ചതല്ല. എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എൻ്റെ മുത്ത് തങ്ങളെ ഞാൻ സംരക്ഷിക്കും. അഫ്വനി യാ റസൂലല്ലാഹ്, മാപ്പാക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഉറ്റിച്ചതല്ല, എൻ്റെ തങ്ങളുടെ ഉറക്കണം.
കണ്ണുകൾ. ഗുഹയിൽ നിന്ന് ഇങ്ങനെ മെല്ലെ പുറത്തിറങ്ങിയാലേ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറിന്റെ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടില്ലല്ലോ, അതിപ്പോ കാണുന്നില്ല. അത് മൊത്തം കീറിയിട്ടാണല്ലോ ദ്വാരം മൊത്തം അടച്ചത്. പിന്നെ ഡ്രസ്സ് തീർന്നു. പിന്നെ കാല് വെച്ചു. അവിടെ നിന്നാണ് ആ കടി കിട്ടിയത്. അപ്പൊ ഇനിയുള്ള യാത്രയിൽ അബൂബക്കറിന് ഡ്രസ്സ് വേണ്ടേ? അതിന് അബൂബക്കറിന് ഇല്ലല്ലോ. അബൂബക്കർ വണ്ടി ഡിലീറ്റ് ആക്കി. അത് അങ്ങക്കുള്ളല്ലേ, ഉണ്ടെങ്കിലല്ലേ ഡ്രസ്സ് ഇടല്. വഴിയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കിട്ടി. ആ പാല് സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. തങ്ങൾക്ക് നല്ല ദാഹമുണ്ടെന്ന് സിദ്ദീഖ് അങ്ങക്ക് ബോധ്യമുണ്ട്. അത് കൊടുത്തു, തങ്ങളെ കുടിപ്പിച്ചു. പകുതിയായപ്പോൾ തിരിച്ചു കൊടുത്തു സിദ്ദീഖ് അങ്ങക്ക്. തങ്ങൾ കുടിക്കുന്ന മുക്കാഭാഗം കുടിപ്പിച്ചു, പിന്നെയും കുടിപ്പിച്ചു, നിർബന്ധിച്ച് ഞങ്ങൾ കുടിപ്പിച്ചു. ആ ഗ്ലാസ് കാലി കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ഇത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ എന്റെ ദാഹം മാറി നബിയെ. എന്റെ മീൻസ് എന്റെ മുത്ത് തങ്ങളുടെ ദാഹം മാറി. പിന്നെ അബൂബക്കറിന്റെ ദാഹം മാറുമല്ലോ. കണ്ടോ, അബ്ദുള്ളമാരുടെ തെളിഞ്ഞ ഹൃദയമാണിത്. അവർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഒരു മഹബത്തിന്റെ ലോകം. രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടം വരെ പോയി. പോകുന്ന വേളയിൽ സമയത്ത് വാങ്ങൊടുക്കണമെന്നും ഇമാമത്തെക്കാൻ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഏൽപ്പിക്കണം എന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമയമായി ഇഖാമത്തിന്റെ നേരായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, ഇഖാമത്ത് കൊടുക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു നിസ്കാരം തുടങ്ങി. അപ്പോഴാണ് ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള അറിവ് കിട്ടുന്നത്. സ്വഹാബത്ത് ഇങ്ങനെ ചുരുണ്ട് നിസ്കാരത്തിന്റെ ആ ഒരു ഷർത്തും ഫർളൊക്കെ പാലിച്ചിട്ടുള്ള അഥവാ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരടക്കത്തോടു കൂടി തങ്ങൾ ഒന്നാം സഫിൽ എത്തിച്ചു. കാരണം സ്വഹാബത്തിന് അങ്ങനെ തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ശീലം ഇല്ല, അവർക്കറിയില്ല. തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ മാത്രം അവർ നിൽക്കൂല. അപ്പൊ സിദ്ദീഖ് അങ്ങക്ക് മനസ്സിലായി. സിദ്ദീഖ് റളിയല്ലാഹു ബേക്കോട്ടേക്ക് വല്ല വലിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിഫ് യാ അബൂബക്കർ അലാ ഫി സ്വലാത്ത്. മോനെ അബൂബക്കർ, അവിടെ നിൽക്കും, നിസ്കാരല്ലേ ഇത്, നിസ്കാരത്തിലാണോ ബേക്കോട്ടേക്ക് വരുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു നിന്നിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു ബേക്കോട്ടേക്ക് വന്നു. തങ്ങൾ മുന്നിൽ കയറി വന്നു, നിസ്കാരം പൂർത്തിയാക്കി. നിസ്കാരം കഴിഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് തങ്ങൾ ചോദിച്ചു, അബൂബക്കറിനോട് ഞാനല്ലേ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ, പിന്നെന്താ അബൂബക്കർ നിൽക്കാതിരുന്നത്? ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഇനി ഉത്തരം പറയേണ്ട ആളെ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ആരാണ് ഈ ഉത്തരം പറയേണ്ട ആൾ? സിദ്ദീഖ് റളിയല്ലാഹു. ആരാണ് ഈ സിദ്ദീഖ് റളിയല്ലാഹു? ഒരു സഭയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിലെത്തുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ താഴ്മയുള്ള ചോദ്യം, അഫിയ ഹസ്ലത്തുൻ വാഹിദ, ഈ അബൂബക്കറിനൊക്കെ കഴിച്ചലാവാൻ ഹസ്ലത്തുൻ വാഹിദ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അബൂബക്കറൊക്കെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല ഒന്നെങ്കിലും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള മറുപടി, അബൂബക്കറിനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. മോൻക്ക് 360 ഉണ്ട്, മോനെ കുറിച്ച് ഇവിടെ എന്തിനാ ചർച്ച? മോനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യും? എത്ര അബൂബക്കറെ ചോദിക്കണത്? മഹ്ശറിൽ ആദ്യമായിട്ട് വലത് കയ്യിൽ കിതാബ് ഇട്ടൽ ഉമർ റളിയല്ലാഹു അൻഹുവിനാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം, അപ്പൊ സിദ്ദീഖ് അങ്ങൾക്ക് വന്നു. അപ്പൊ തങ്ങളുടെ മറുപടി, അബൂബക്കർ അങ്ങക്ക് എന്ത് കിതാബ് അങ്ങനെ വന്നിന്? മഹ്ശറിൽ കാല് കുത്തുമ്പോൾ തന്നെ മലക്കൾ പൊക്കിയെടുത്ത് സ്വർഗ്ഗത്ത് കൊണ്ടുപോകും. ഓർക്കെന്ത് വെയിറ്റിംഗ് വന്നിന്? സിദ്ദീഖ് അങ്ങളോ? പിന്നെ എന്തിനാ മനുഷ്യന്മാരുടെ ജീവിക്കുന്നത്? കണ്ടകള്. എന്നിട്ടും ഈ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറുപടി കേട്ടോളി. അബൂബക്കർ എന്താ ഞാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കാതിരുന്നത്? ഞാനല്ലേ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ, പിന്നെ എന്താ വേക്കോട്ടേക്ക് വന്നത്? അതിന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ആ മറുപടി തുല്യതയില്ലാത്തൊരു മറുപടി. ആ മറുപടി ഇങ്ങനെ, ലോകത്ത് 360 നന്മ, കിതാബ് വാങ്ങാൻ പോലും സമയമില്ലാത്ത ഔലിയാക്കളുടെ ലീഡർ, അമ്പിയാക്കൾക്ക് ശേഷം ആദ്യ സ്വർഗ്ഗപ്രവേശനം, അങ്ങനെയൊക്കെ ഈ അബൂ ഖുഹാഫിന്റെ മോനിക്ക് ഉണ്ടാവുമായിരിക്കും. അബൂ ഖുഹാഫ എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര്. അബൂ ഖുഹാഫിന്റെ മോന് അങ്ങനെയെല്ലാം പലതും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്കൊന്നറിയാൻ നബി, എന്താ അബൂബക്കറിന് അറിയുന്നത്? അബൂ ഖുഹാഫിന്റെ മോന് മുത്തുനബീന്റെ മുന്നിൽ നിൽക്കാൻ മാത്രം ഒന്നും വളർന്നിട്ടില്ല എന്ന് അബൂബക്കറിന് അറിയാം. അതിന് മാത്രം അബൂബക്കർ ആയിട്ടില്ല നബിയാണ്. അങ്ങനെ അബൂബക്കറിന് അങ്ങനെ ആരെല്ലോ എന്തെല്ലോ പറയുന്നുണ്ടോ? പക്ഷെ എൻ്റെ തങ്ങളെ മുന്നിൽ നിൽക്കാൻ മാത്രമൊന്നും അബൂബക്കർ വളർന്നിട്ടില്ല. എന്താ നമ്മൾ അതിനെക്കുറിച്ച് പറയാം? സിദ്ദീഖ് റളിയല്ലാഹു പറയുന്ന വർത്താനം തന്നെ എന്താണെന്നറിയോ? വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദിൽ മുഅ്മിൻ, ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നെഞ്ചിലെ ഒരു രോമാണ് അബൂബക്കർ ആയിരുന്നെങ്കിൽ ആ മുഅ്മിൻ ഏതായാലും സ്വർഗ്ഗത്തിൽ പോകുമല്ലോ. അപ്പൊ അബൂബക്കറും അങ്ങ് കഴിച്ചിലാവുമല്ലോ. അബൂബക്കർ എങ്ങനെ ഒറ്റയ്ക്ക് സ്വർഗ്ഗത്തിൽ പോവാ? മരങ്ങളൊക്കെ കണ്ടാൽ കഴിയും. ഈ മരത്തിന്റെ കൊമ്പോ ഇലകളോ ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും ആടോ മറ്റു ജീവികളോ വന്ന് കടിച്ചു തിന്നാൽ പിന്നെ ഹിസാബ് വേണ്ടല്ലോ. ഇലയങ്ങാനായിരുന്നെങ്കിൽ കൊമ്പങ്ങാലായിരുന്നേനു വന്ന്. കണ്ടോ, ആരാ ഈ പറയണത്? അബ്ദുള്ളമാരുടെ അടയാളാണ്. അവർക്ക് കിബിർ ലെവലേഷൻ ഇല്ല, അവർക്കത് അറിയില്ല. എന്ത് കിബിർ, എന്താ അറിയാതെ? ഇതാ മുദിഹ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആരെങ്കിലും ഒക്കെ പുകഴ്ത്തിയാൽ സിദ്ദീഖ് റളിയല്ലാഹു ഒറ്റ കരച്ചിലാണ്. കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പറയും, അല്ലാഹു ഇവരെ എന്നെ കുറിച്ച് അറിയാത്തോണ്ട് അടിച്ചു പുകഴ്ത്തുന്നുണ്ട്, ഭയങ്കരമായിട്ട് മദ്ഹ് ചെയ്യുന്നുണ്ട്. എന്റെ ഉള്ളിൽ ശരിക്കും എനിക്കറിയാം, നിനക്കും അറിയാം. എന്റെ ഉള്ളിൽ അവരറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പുകഴ്ത്തൂലായിരുന്നു. ഞാൻ ഭയങ്കര സംഭവം ഇവർക്ക് തോന്നിയിട്ട് പറയുന്നതാണ്. അവരെന്നെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ എന്നെ ശിക്ഷിച്ചേക്കല്ലേ, എന്നെ നിനക്ക് അറിയാലോ എന്ന് പറയുന്നത്. ആരായി പറയണത്? 11 കൊല്ലക്കാലം വായിൽ കല്ല് വെച്ച് നടന്ന ആളാ സിദ്ദീഖ് റളിയല്ലാഹു. എന്തിന്? അനാവശ്യം സംസാരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട്. സിദ്ദീഖങ്ങളോ അനാവശ്യം സംസാരിക്കാൻ? എന്നിട്ട് ഒരു പേടിയാ. ഇതാണ് അബ്ദുള്ളമാരുടെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരൂല. എങ്ങനെ തീരുക? മുത്തുനബിയല്ലേ വളർത്തിയേക്കണത്, പിന്നെ എങ്ങനെ തീരെ പറഞ്ഞു തീരുക? കേട്ടോ, അടുത്തൊരു നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ്. ഇത്രയ്ക്ക് ഇബാദത്ത് ചെയ്ത് നീണ്ട നേരത്തെ തഹജ്ജുദും രാത്രികാല സേവനവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പ്രത്യേകത? ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ വന്ന് കുത്തി മറച്ചിട്ടതും ആ മുറിവിൽ ആ വേദനയിൽ മഹാനവറുകൾ കൊല്ലപ്പെട്ടതും നമുക്കറിയാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി വീഴ്ത്തി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് താങ്ങിക്കൊണ്ടുപോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന പാലും വെള്ളമൊക്കെ മുറിവ് കിട്ടിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിങ്ങനെ അടക്കി പിടിച്ചിട്ടൊക്കെയാണ് പിന്നീട് വെള്ളമൊക്കെ കൊടുക്കുന്നത്. ആ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് മകനെ വിളിക്കുന്നുണ്ട്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളെ ഒന്ന് വിളിച്ചുകൊണ്ടുവരികയെന്ന് വിളിച്ചുകൊണ്ട് ഹുദൈഫ് ഇങ്ങോട്ട് വാ, എന്താ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ രഹസ്യം പറഞ്ഞിട്ടില്ലേ? ആ രഹസ്യം പറഞ്ഞ കൂട്ടത്തിൽ സ്വഹാബിയായിട്ട് ചമഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ സ്വഹാബിമാര് പോയിട്ട് മോമിനീങ്ങൾ തന്നെയല്ല, അവർ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ കയറി കളിക്കുന്നതേ ഉള്ളൂ. അവർ മുനാഫിഖീങ്ങളാണ്. അങ്ങനെ കുറച്ച് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതെ, തന്നിട്ടുണ്ട്. ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് നോക്കുമെന്ന് വെച്ചു. അപ്പൊ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമർ തങ്ങൾ ഇപ്പം വഫാത്താകുമ്പോൾ എന്തിനാ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് അതിനെ കൊണ്ടെന്നപ്പോൾ കാര്യം? ഭരണം നടത്തുന്ന കാലത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വകയുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം എന്തിനാ അത് വഫാത്താകുമ്പോൾ? നിങ്ങൾക്ക് എന്താ ഇപ്പൊ ആവശ്യം? വേറെ ആരെങ്കിലും മുനാഫിഖാണോ എന്ന് അറിയാനല്ല മോനെ, ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉമർ ഉണ്ടോ എന്നൊന്ന് മോന് നോക്കുമോ? ഹുദൈഫ തങ്ങൾ നോക്കിയിട്ട് പറയേണ്ടതാണോ അതിന്റെ ഉത്തരം? ഹുദൈഫ റളിയല്ലാഹു കരഞ്ഞു, എന്താ ഉമർ നിങ്ങൾ പറയണത്? നിങ്ങളെങ്ങനെ നിങ്ങളൊന്നുമില്ലാന്ന് പറഞ്ഞു. അന്നേരം ഉമർ റളിയല്ലാഹു തിരിച്ചു കൊടുത്ത മറുപടി എന്താ പറയുക? ഹദ്ദ് തന്നെ ഹുദൈഫ ശരിക്കും നോക്കുമോനെ, ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടോ നോക്കും. മുനാഫിഖിന്റെ ലിസ്റ്റിൽ ആരാ ഈ പറയണത്? സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വിളക്കുമാടമാണ് എന്റെ ഉമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർട്ടിഫൈ ചെയ്ത സ്വഹാബിന്റെ വർത്താനം. അപ്പൊ നമുക്കൊന്നും ഈ തലക്കനം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമില് രണ്ടിൽ ഒന്നാണ്, ഒന്നിക്കിൽ നല്ല മനുഷ്യൻ അല്ലെങ്കിൽ തലക്കനം. രണ്ടും പാടെ പറ്റില്ല. തലക്കനാണെങ്കിൽ ആ തലക്കനത്തോടെ നടക്കുക, ബാക്കി സിറാത്ത് വാലത്ത് അങ്ങ് വീണോളൂ. നല്ല മനുഷ്യനാണെങ്കിൽ പിന്നെ തലക്കനം ഉണ്ടാവില്ല. ഇതാണ് സ്വഹാബത്തിൽ മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആശയം. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ അബ്ദുള്ളമാരായത്. അതേ സമയത്ത് അബ്ദുൽ ഹവ, ഇവരുടെ പ്രശ്നം എന്താ? ഇവരെപ്പോഴും ഹൃദയ രോഗങ്ങളിൽ ഇങ്ങനെ കെട്ടിമറിയായിരിക്കും. ഒന്നിക്ക് കിബർ, അല്ലെങ്കിൽ റിയാ, അല്ലെങ്കിൽ ഉജുബ്, അല്ലെങ്കിൽ ഹസദ് ഇത്യാദി രോഗങ്ങളെ കൊണ്ട് കെട്ടിമറിഞ്ഞ് കാലങ്ങ് തീരും. കുറെ ഫിത്നയും ഫസാദും പറഞ്ഞ് സമാൻ അങ്ങ് തീരും. അതാണ് അർബഅതും മീന തുയൂരി തുയിറു ത്വാഊസുന ദീകുൻ ഖുറാബുൻ നസ്റു കിബ്റുൻ വശഹവാതുൻ വഹിർസുൻ വഉജുബ് വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. അർബഅതും മീന തുയൂർ, പക്ഷികളിൽ നിന്നുള്ള 4 പക്ഷികളുടെ ദുസ്വഭാവത്തെ തുയിറു നീ ഒഴിവാക്കിയിട്ടുണ്ട്, അതെനിക്ക് പറ്റൂല. ഏതാ 4 പക്ഷികൾ? നമ്മളെ മയിൽ, നമ്മുടെ എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷിയാണെന്നുള്ള ഒരു പരിഗണന. ദീക്ക് പൂവൻകോഴി, ഖുറാബ് കാക്ക, നസ്ർ പരുന്ത്. എന്താ ഈ 4 പക്ഷികളുടെ പ്രശ്നം? ഒന്ന് കിബറാണ്. കിബർ ആർക്ക്? മയിലിന് കിബറാണ്. ഒന്ന് പീലിയല്ല വിടർത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പർദ്ദന്റെ പുറത്ത് മാലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഗതി, ഒരു കിബറാണ്. അതുകൊണ്ടാണ് സ്ഥാപനത്തിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഒരു വലിയ ഹോണൊക്കെ അടിക്കും. ഫോർച്യൂണർ എടുത്ത് വന്ന് 4 ഫോൺ 3 ഐപാഡ്, അങ്ങനെ സംഗതി. നമുക്ക് സിമ്പതി മാത്രം പോലെ ഇസ്ലാമിൽ എമ്പതി കൂടി ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ എന്താ? ബിഹുബ്ബിൽ മസാകീൻ വദുനൂബി മിൻഹും, രണ്ടും പാടെ വേണം. എന്താണ് ആ പറഞ്ഞതിന്റെ ആശയം? സ്ഥാപനത്തിന്റെ ഓഫീസിൽ ഒരു പണക്കാരനായ മനുഷ്യൻ 2 മുത്താലിമീങ്ങളുടെ ഒരു ദിവസത്തെ ചെലവിന് അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു വർഷത്തെ ക്യാഷ് കൊടുത്തിട്ട് പോയി. നല്ല തന്നെ. തിരിച്ചയാൾ പോകുമ്പോൾ ഗേറ്റിന്റെ അടുത്തുള്ള 85 വയസ്സുള്ള ഒരു പാവ മനുഷ്യൻ, സ്ഥാപനത്തിലെ പ്രധാന മാനേജർ ഉസ്താദ് മൂപ്പര് അവിടെ അപ്പോയിന്റ് ചെയ്തതാ. മൂപ്പര് ഗൾഫിലെ ഏതോ രാജ്യത്ത് കുറേ കാലം ജോലി ചെയ്തിട്ട് മക്കളെയും ഭാര്യയെയും ഒക്കെ പോറ്റി ഇപ്പം വീട്ടുകാർക്ക് അഥവാ ഭാര്യക്കും മക്കൾക്കൊന്നും മൂപ്പര് വേണ്ട. അപ്പോൾ പിന്നെ യാചന നടത്തിയിട്ട് ജീവിക്കൽ വളരെ മോശമല്ലേ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഈ ഗേറ്റ് കീപ്പറായി ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞതാണ്. ആകെ 6000 രൂപയെ ശമ്പളമുള്ളൂ. രാത്രിയും പകലൊക്കെ വണ്ടി വരും, അപ്പോഴൊക്കെ ഉറക്കില്ലാതെ തുറന്നു കൊടുക്കണം, ഗേറ്റ് തുറക്കണം, പൂട്ടണം. അതൊന്നും പ്രശ്നമില്ല, ആരോ മുമ്പിലും യാചന നടത്തേണ്ട വൃദ്ധസദനത്തിലൊക്കെ പോക്ക് മോശമല്ലേ എന്ന് വിചാരിച്ച് നിന്നതാണ്. അതാണ് ഈ തക്കാഫുൽ കൊടുത്ത മനുഷ്യൻ ഈ പ്രായമുള്ള മനുഷ്യനെ പരിഗണിക്കാതെയാണ് പോകുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇസ്ലാമിൽ നീ ചാരിറ്റി പ്രവർത്തനം തക്കാഫുലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും എപ്പോഴും നമുക്ക് മനുഷ്യത്വം ഉണ്ടാവണം. അയാളോട് ഞാനിവിടെ 5 മിനിറ്റ് ആയല്ലോ, നിങ്ങളെന്താ ഗേറ്റ് തുറക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചൂടാവല്ല വേണ്ടത്. ഈ കൊടുത്ത
തക്കാഫുലിൻ്റെ പണം, സ്ഥാപനത്തിൽ സംഭാവന അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ആ മനുഷ്യനെയും നമ്മൾ പരിഗണിക്കണം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പാവപ്പെട്ടവരെ നന്നായി പരിഗണിക്കുന്നുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത വലിയൊരു ഗുണമായി കിതാബ് അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലോകം അടക്കി ഭരിച്ച രാജാവാണല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാം. എന്നിട്ട് മിസ്കീന്മാരുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയത്രേ, മിസ്കീനുൻ മഅൽ മസാക്കീൻ, മിസ്കീന്മാരുടെ ഇടയിൽ ഇതാ ഒരു മിസ്കീൻ ഇരുന്നിട്ടുണ്ട്. കേട്ടോ, ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പേരെന്നെ അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളായ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അങ്ങനെയാ, ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ. ഇത് 9 കൊല്ലം പഠിച്ചിട്ടുണ്ടാക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല. അങ്ങനെ അല്ല സുൽത്താനുൽ ഉലമ ഉസ്താദ് അബുൽ ലൈതാം അബുൽ മസാക്കീൻ എന്ന് നേടിയെടുത്തത്. അത് ആഖിറത്തിലേക്കുള്ള വലിയൊരു സർട്ടിഫിക്കറ്റാണ്. ഈ മയിലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കിബറുണ്ടാവും. പീലിയെല്ലാം വിടർത്തി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെയുണ്ടാവും. ദീക്ക് പൂവൻ കോയിൻ്റെ പ്രശ്നം എന്നാ, അതിന് ഷഹ്വത്ത്, അമിതമായ ലൈംഗിക ദാഹം ഉണ്ടാവും. നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, എന്നാലും +2 പെമ്പിള്ളേർ പോകുമ്പോൾ നോക്കും. അത് വേറെ തന്നെ ഒരു ലെവലാണത്, ഉണ്ടാവും. മൂന്നാമത്തത് ഖുറാബ്, കാക്ക. കാക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചില ജില്ലകൾ പറയുന്ന കാക്ക അല്ല, മറിച്ച് പക്ഷിയിലെ ഐറ്റമായ കാക്ക. കാക്ക അതിൻ്റെ പ്രശ്നം എന്നാ, അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിർസാൻ, അലച്ച. എത്ര കിട്ടിയാലും കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല ഫുഡ് കൊടുത്താലും പിന്നെ എലി ചത്തതുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് കുത്തും. അങ്ങനെയുണ്ട് ചില ആൾ. മൂപ്പരെ കുറവെല്ലാം മാറ്റിയിട്ട് സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിയിൽ ഇട്ടാലും പിന്നെയും പഴയ ഫിത്തിന് തന്നെ ഉണ്ടാവും. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല, പിന്നെ ആരെങ്കിലുമൊക്കെ കൊള്ളുമ്പോഴാണ് അതിനൊരു മട്ടാവുക, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെയുണ്ട് ചില ആൾ. ഇബ്നുൽ ജൗസി തങ്ങൾ അങ്ങനെ തന്നെ ഉദാഹരിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട്, എല്ലാം മാപ്പാക്കിയിട്ട് മുമ്പ് എടുത്തു എന്ന് വിചാരിച്ചോ, എന്നാലും ഉണ്ടാവും ഫിത്തിന. കാക്കക്ക് അങ്ങനെയാണ്. നല്ല ഫുഡ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു, എന്നാലും അപ്പുറം ഒരു പാമ്പോ എലിയോ ചത്തുണ്ടെങ്കിൽ ഒന്ന് കൊത്തു. അങ്ങനെ അലച്ചയാണ്, ഭയങ്കര അലച്ചയാണ് കാക്കക്ക്, ഭയങ്കര അലച്ച. മന്തി, ബിരിയാണി, നൂൽപുട്ട്, പത്തൽ എല്ലാം തിന്ന് കഴിഞ്ഞ് ആംബുലൻസിൻ്റെ ഓൺ അടിച്ചാലും ചോദിക്കും പുഡിങ് ഐസ്ക്രീം ഒന്നും ഇല്ലേന്ന്. കണ്ടോ, നിങ്ങളുണ്ടല്ലോ, ഉണ്ടാവും. നമുക്ക് അലച്ചുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. അലച്ചുണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമ്മുടെ വാപ്പ ഗൾഫിൽ നിന്നൊന്ന് റിട്ടയർഡ് ആയിട്ടാണ് റാസൽ ഖൈമേന്നോ ഷാർജയിൽ നിന്നോ വരുന്നത്. ഉദാഹരണം, വാപ്പാൻ്റെ സ്പോൺസർ അല്ലെങ്കിൽ ബോസ് ഒരു നല്ല ഫോൺ, ഐഫോൺ കൊടുത്തയച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫോൺ ആവശ്യമില്ല, കാരണം നമ്മളെ ഫോൺ 3 മാസം മുന്നേ പുതിയത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ആവശ്യമില്ല. പിന്നെ വാപ്പ കൊണ്ടുവരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. ആ ഫോൺ കണ്ടപ്പോൾ അത് ആർക്കെങ്കിലും കൊണ്ടുവന്നതായിരിക്കും എന്ന അർത്ഥത്തിൽ നമ്മൾ അത് അധികം തല കൊടുത്ത് മെയിൻ ചെയ്തിട്ടില്ല. പെട്ടിയെല്ലാം വിളിച്ച് എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്നും ആ ഫോൺ മേശപ്പുറത്ത് കണ്ടപ്പോൾ വാപ്പാനോട് ചോദിക്കാൻ പേടിയായിട്ട് ഉമ്മനോട് ചോദിച്ച്, ഇതേതാ ഫോണോ? വാപ്പ ഉണ്ടെന്ന്. ആയിരിക്കാം, ആർക്കാന്നറിയില്ല, ഉപ്പ ഒന്നും പറയുന്നിട്ടില്ല. വേറെ ആർക്കെങ്കിലും അറിയില്ല മോനെ, ഉപ്പ എന്നെ വന്നിട്ടതാ, അതാ ചോദിക്കും. ഇപ്പോൾ ഷെഫീക്ക് എന്തോ ചോദിക്കുന്നു, എന്താടോ അപ്പോൾ ഇതാർക്കും അങ്ങനെ ആർക്കാന്നൊന്നുമില്ല, 40 കൊല്ലമില്ല അവിടെ ജോലി ചെയ്ത്. മൂപ്പർ ഒരു സന്തോഷത്തിന് തന്നതാണ്. എനിക്ക് ഏതായാലും ആവശ്യമൊന്നുമില്ല, എനിക്ക് നിങ്ങൾ വലിയ ഐഫോണൊന്നും എത്രയോ 97,000 എത്രയോ പറയുന്നിട്ട് എനിക്കറിയില്ല, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഇപ്പം ഇത് ആർക്ക് വാങ്ങിയത്? ആർക്കുന്നില്ല മോനെ, എനിക്ക് 4 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ട്, അവരുടെ പുതിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും വേണം എടുത്തോട്ട്. എന്നേരം നമ്മളെ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വരും. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ ഇതിനാണ് ആർത്തി എന്ന് പറയില്ല. അല്ലാണ്ട് ഒരു ട്രെയിനിൻ്റെ ഡ്രൈവറെ പേരൊന്നല്ല ഈ ആർത്തി, ഇതന്നെ ആർത്തി. മറ്റേ ആൾക്ക് ശമ്പളം കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാധനം, അതാണ് സാധനം. അത് ഈ കാക്കക്ക് വല്ലാതെ ഉണ്ട്. ലാസ്റ്റ് നെസർ, പരുന്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉജുബാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലായി പോയി എന്നുള്ളൊരു ചിന്ത. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് വളരെ ടെൻഷനായി ഇങ്ങനെ പോവുക. അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കണത്. ഇന്നലെ വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് ഒട്ടകത്തിൻ്റെ പാലൊക്കെ കറന്നത് പെണ്ണുങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളൂ. ഇനി ആരാ നമുക്ക് ഒട്ടകത്തിൻ്റെ പാലൊക്കെ കറന്നു തരിക? അതിന് നമുക്ക് ശക്തിയില്ലല്ലോ, എന്താ ചെയ്യുക? അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇന്നലെ വരെ ആരാണോ ഒട്ടകത്തിൻ്റെ പാല് കറന്നത് അയാൾ ഇന്നും സമയമാകുമ്പോൾ വരും, ഖലീഫ അതിന് വിചാരിച്ചിട്ട് മേടിക്കൊന്നും വേണ്ടാന്ന്. മനസ്സിലായോ? ആ പറഞ്ഞാൽ നല്ലൊരു പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ സോണിലും ഡിവിഷനിലും എത്തിയെന്ന് വിചാരിച്ചിട്ട് സ്വന്തം യൂണിറ്റിൽ സുന്നി വോയിസിന് ഇറങ്ങാണ്ട് കൂലാം. അതാണ് അതിൻ്റെ ഷറഹ്, നല്ല ഷറഹ്. ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിഉൽ കലിം എന്ന ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ പ്രൗഢ ഗ്രന്ഥത്തിൽ ആ ചരിത്രം കാണാം. ഉജ്ജുബുണ്ടാവും, മേലെ എത്തിപ്പോയി എന്നുള്ളൊരു ചിന്ത. ഈ മുകളിലെത്തിപ്പോയി എന്നുള്ള ചിന്ത വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന രോഗമാണ് അദബുകേട്. അദബുകേടുണ്ടാവും, നമുക്ക് സംഭവിക്കരുത്. നമുക്ക് ഏത് വിഷയത്തിൽ ഉയർച്ച നമുക്ക് അള്ളാഹു തന്നാലും താഴെ ഉള്ളവരിലേക്ക് നോക്കാൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, സിയറു അലാമിൻ നുബലായിൽ കാണാം, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത് എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന്റെ അർത്ഥം പ്രായം കൊണ്ട് വലുത് ആരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സിദ്ദീഖ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി.
നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? ചോദ്യം എങ്ങനെയാണ്? സത്യത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനാണ്. നബി തങ്ങളെക്കാൾ പ്രായം കുറച്ചാണെങ്കിലും മൂത്തതാണ്. ചോദ്യം ഇങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ? അപ്പൊ ഈ വലുത് എന്ന പ്രയോഗം അവിടെ വന്നുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു ഉത്തരം നോക്കണേ. അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉത്തരം ഹുവ അക്ബറു മിന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നേക്കാൾ വലുത്. വവുലിത്തു ഖബ്ലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂ. ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഈ സഖാഫി നിങ്ങളുടെ കൂടെ പഠിച്ചത് എന്റെ കുറേ ജൂനിയറാണ് കണ്ടില്ലേ? ചില ആൾക്കാർ പറയുന്നില്ലേ, അബുദാബിയിലൊക്കെ പേരോടൊക്കെ വന്ന അധികം എന്റെ റൂമിൽ തന്നെ. നിങ്ങൾ ചിത്താരിയുടെ ശേഷന മൂപ്പരക്കല്ല നമ്മളല്ലേ ഫുഡ് കൊടുത്തത്. ഇപ്പം പോയ ഹുസൈനെ കുറിച്ചൊക്കെ പറയും, പൊന്മളല്ല എന്റെ വണ്ടി തന്നെ സഞ്ചരിക്കല്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊക്കെ കുറച്ച് ഓവറായി പോയി മനുഷ്യന്മാർ, അതൊക്കെ കുറച്ച് ഓവറായി പോയി. ഹുവ അക്ബറു മിന്നി, റസൂലുള്ളാഹിയാണ് എന്നേക്കാൾ വലുത്. വവുലിത്തു ഖബ്ലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നല്ലേ ഉള്ളൂ. കണ്ടോ എന്താണ്? അതാണ് ഇസ്ലാം. അപ്പൊ ഹൃദയത്തിന് ഒരു രോഗവും വരാതെ നമ്മുടെ ഖൽബിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്ന് എന്ന് കരുതിയിട്ട് അള്ളാന്റെ ഇഷ്ടം കുറയൂല, അള്ളാന്റെ ഇഷ്ടം കൂടുകയും ചെയ്യാം. ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹു. ശരീരത്തിന് അസുഖം, പനി ബാധിച്ചാൽ ദോഷം പൊറുക്കും, തലവേദന വന്നാൽ ദോഷം പൊറുക്കും, കാലുവേദന വന്നാൽ ദോഷം പൊറുക്കും. കണ്ടോ, ടെൻഷൻ വന്നാൽ ദോഷം പൊറുക്കും. ശരീരത്തിന് അസുഖം ബാധിക്കാതിരിക്കാനല്ല, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, നമ്മുടെ ഖൽബിന് ഒരു രോഗവും വരാൻ പാടില്ല. ഒന്നും ഇല്ലാതെ ചെയ്യുന്ന അമൽ എത്ര കുറച്ചാണെങ്കിലും ഇഖ്ലാസോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഖ്ലാസോടെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഇഖ്ലാസ്? ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുക. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ നേരത്തെ പറഞ്ഞ ജാമിഉൽ ഉലൂം വൽ ഹികമിൽ എഴുതി വെക്കുന്നു, മണലിലൂടെ നടന്നു പോകുന്നവനെ പോലെയാണ് മുഖ്ലിസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾ മണലിലൂടെ നടന്നു പോയാൽ ഒരു ശബ്ദം ഉണ്ടാവില്ല അയാൾ നടന്നതിന്റെ, പക്ഷെ അടയാളം ഉണ്ടാവും. എന്ന പോലെ അയാൾ ജീവിച്ചതിന്റെ അടയാളങ്ങൾ, കുറെ സ്ഥാപനവും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ടാവും, സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാവും, പക്ഷേ അയാൾ ഒരു ഫോട്ടത്തിലും കുടുങ്ങിയിട്ടുണ്ടാവില്ല, ഒന്നിലും അയാൾ ഉണ്ടാവില്ല. ജീവിച്ചതിന്റെ ശബ്ദങ്ങളില്ല, ജീവിച്ചതിന്റെ അടയാളം മാത്രം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, ജീവിച്ചതിന്റെ അടയാളം നമുക്കുണ്ടാവും. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പുകയിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. അതിലൊന്നും നമ്മൾ പെടാതെ, ആരെന്ത് പറയട്ടെ പറയാതിരിക്കട്ടെ, നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. റജബാണ്, തീർന്നു, റജബ് തീർന്നു, ശഅബാനാണ് നമ്മളിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന ആയത്ത് ഇറങ്ങി എന്ന അഭിപ്രായം ശഅബാനിൽ ഉണ്ടല്ലോ. ധാരാളം സ്വലാത്തല്ല, നമ്മുടെ ഖൽബ് അതുവഴി നന്നാക്കണം, നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കണം. തൗബ ചെയ്ത് നന്നായി അള്ളാഹുവിലേക്ക് അടുക്കാൻ എനിക്കും നിങ്ങൾക്കും, അഥവാ നമുക്കെല്ലാവർക്കും കഴിയണം. എത്രയായി നമ്മൾ അള്ളാഹു ഇങ്ങനെ വിളിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഓരോ പാതിരാത്രിയും ഹൽ മിൻ മുസ്തഗ്ഫിർ, ആരെങ്കിലും എന്നോട് പൊറുക്കല്ലം തേടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന റബ്ബല്ലേ. ഒന്നാം ആകാശത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂലേ എല്ലാ രാത്രിയും? ഒരു സെക്കൻഡ് പോലും അള്ളാഹു നമ്മളെ വാതിലടച്ചിട്ട് കൊട്ടി അടച്ചിട്ട് ആട്ടി ഓടിച്ചിട്ടില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം. കണ്ടോ, അള്ളാഹുവിനെ നമ്മൾ നന്നായി സ്നേഹിക്കണം, അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കണം. തെറ്റ് ചെയ്യാതിരിക്കേണ്ടത് അള്ളാഹുവിനോട് ഇഷ്ടം കൂടിയിട്ടാണ്. ഞാൻ ആ ഒരു ഭാഗം മാത്രം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നമുക്ക് അള്ളാഹുവിനോട് നല്ല മഹബ്ബത്ത് ഉണ്ടാവണം. നമുക്ക് അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. എന്തിനാ ടെൻഷൻ? എന്തിനാ പ്രയാസം? 7000 കുട്ടികളെ കൊന്നിട്ടുണ്ട് ആര്? ഫറോവ. എന്തിന്? തന്റെ അധികാരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുട്ടി ജനിക്കുമെന്ന് പേടിച്ചിട്ട്. എന്നിട്ടോ ആ ഫറോവയുടെ കൊട്ടാരത്തിൽ സ്വന്തം ഉമ്മ പാല് കൊടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹ് വളർത്തിയില്ലേ? അള്ളാഹ് ഏറ്റെടുത്താൽ ഇപ്പൊ എന്താ പ്രശ്നം? കണ്ടങ്ങള് ഗുഹയുടെ തൊട്ടു മുകളിൽ കയറിയിട്ട് ശത്രുക്കള് മുകളിൽ കയറിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞില്ലേ, അവരെങ്ങാനും അവരുടെ കാലിലേക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ, വേറെ ഉപകരണങ്ങൾ എടുത്ത് നോക്കണ്ട, അവരുടെ തല ഒന്ന് താഴ്ത്തിയിട്ട് കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും നബിയെ. അതിന് തങ്ങൾ കൊടുത്ത മറുപടി എന്താ? കാണുമൊന്നും ചെയ്യില്ല. എന്താ തങ്ങളെ? ഇന്നല്ലാഹുമാന, നമ്മളെ പേര് അല്ലാഹ് ഉണ്ടല്ലോ. അള്ളാഹു ഉണ്ടാവുമ്പോൾ നമ്മളെ അള്ളാഹു അങ്ങനെ വെറുതെ ആക്കുമോ മോനെ? കണ്ടോ, മുമ്പിൽ സമുദ്രം, ബേക്കിൽ ഫിറഔനും 10,000 കണക്കിന് ശത്രുക്കളും. ഒന്ന് മുമ്പിൽ സമുദ്രം, മുമ്പിലേക്ക് ഓടാൻ കഴിയില്ല. ബേക്കിലേക്ക് പിന്തിരിഞ്ഞോടാൻ പറ്റുമോ? ഇല്ല. ശത്രുക്കൾ, കിബിത്തിയാക്കൾ, ഫിറഔൻ ടീമുണ്ട്. എന്നാ പിന്നെ കൂടെയുള്ള ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹി സ്വലാമിനെ സമാധാനിപ്പിച്ചിട്ട് എന്താ ചെയ്യല്ലേ? ആകപ്പെട്ടു അല്ലേ? എന്നാ അങ്ങനെ പറയാം. അതുമില്ല. അവരെന്താ പറഞ്ഞത്? ഇന്നാല മുദ്റക്കൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കുമല്ലേ? എന്നിട്ട് മൂസാ നബി പതറിയോ? കല്ലാന്ന്, പിടിക്കൂല. നിങ്ങൾ എന്ത് പറയുന്നു മനുഷ്യ? മുമ്പിൽ കടൽ, ബേക്കിൽ ശത്രുക്കള്, നമ്മളെ പിടിക്കൂല. നിങ്ങൾ എന്താ അർത്ഥത്തിലാ പറയണത്? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ അള്ളാഹ് ഉണ്ട്, പിന്നെ ഞാൻ പഠിക്കുന്നു. കടകള്, എന്റെ കൂടെ അള്ളാഹ് ഇല്ലേ, പിന്നെ എന്തിനാ പഠിക്കുന്നത്? എന്നിട്ട് ഈ ഗുഹയിന്റെ മുകളിൽ നിന്ന് ശത്രുക്കൾ താഴെ ഇറങ്ങി. ശത്രുക്കൾ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഒരാൾ മറ്റേ ആളോട്, ആ ഗുഹയിലൊന്ന് പരിശോധിച്ചാലോ? അപ്പൊ മറ്റേ ആള് ചോദിച്ചാലോട് പറയുന്നത്, എന്ത് പൊട്ടത്തരാ പറയുന്നത്, ചിലന്തി വല അവിടെ ഉണ്ടല്ലോ, പ്രാവ് മുട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ ആൾതാമസം അവിടെ ഉണ്ടാവില്ലേ?
അതിനെക്കുറിച്ച് ബൂസരി ഇമാം ബുർദയിൽ പറയുന്നുണ്ട്, വിഖായത്തുല്ലാഹി അഅനതു അൻ മുദാഅഫത്തിൻ, ലോകത്ത് ഫു എന്ന് ഊതിയാൽ പൊട്ടുന്ന വീടാണ് ചിലന്തി വല. ഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്. ലോകത്ത് ജീവികൾ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരായാലും ആരായാലും ഉണ്ടാക്കുന്ന വീടുകൾ ഏറ്റവും ദുർബലമാണ് ചിലന്തി വല. ആ വല കെട്ടിയിട്ടാണ് ഞാൻ ആ ഗുഹ സംരക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇപ്പോൾ ഒരാളെ സംരക്ഷിക്കാൻ അങ്ങനെ റഡാർ, AK-47 അത്യാധി ഉപകരണങ്ങൾ, ന്യൂക്ലിയർ ആറ്റം ബോംബൊന്നും ആവശ്യമില്ല. ഫു എന്നൂതിയാൽ പൊട്ടുന്ന ഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത് ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത്ത് അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹമി. ചിലന്തി വലക്ക് ഉടനെ മെസ്സേജ് വന്നു, സാധാ പോലെ പോയാൽ പോരാ, കുറച്ച് സ്പീഡിൽ തന്നെ വല നെയ്യൂ, പ്രാവ് വേഗം ചേരൂ, മുട്ടയിടൂ, പരിസരം ഉഷാറാക്കി വെച്ചു. അള്ളാഹ് ഏറ്റെടുത്ത് അങ്ങനെ തന്നെ. അള്ളാഹ് തന്നെയല്ലേ നമ്മളെ അള്ളാഹ്. അതെ, പിന്നെ എന്തിനാ നമുക്ക് ടെൻഷൻ? അള്ളാഹു നമ്മൾ സ്നേഹിക്കണം. ഖുർആനിൽ 6000-ൽ പരം ആയത്തുകളിൽ അള്ളാഹു ആദ്യം കൊണ്ടുവന്ന ആയത്തിനെന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ആയത്തിന്റെ താല്പര്യം എന്നാ? എൻ്റെ പേരിൽ തുടങ്ങുന്നു, അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ തുടങ്ങുന്നു. എന്നിട്ട് അള്ളാഹു തന്നെ അള്ളാഹുവിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക, അർ റഹ്മാൻ അർ റഹീം. ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്നവൻ, ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ. മനുഷ്യന്മാർക്ക് 2 ടെൻഷൻ ഉണ്ടാവുക നന്നാവാൻ വിചാരിക്കുമ്പോൾ. ഒന്ന്, എൻ്റെ എല്ലാം നന്മ എങ്ങനെ സ്വീകരിക്കും ഉസ്താദേ? അവിടെ ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ കുറേ പണമൊക്കെ സ്ഥാപനത്തിന് കൊടുക്കുന്നുണ്ട്, ഞാനൊക്കെ എപ്പോഴെങ്കിലും ഒരു 100 രൂപ കൊടുക്കാൻ പറ്റിയില്ല. ബക്കറ്റിലിടുന്ന ഒരു 5ഉം 10ഉം, അതും മത്സ്യം മണക്കുന്ന ഞാൻ, എൻ്റെ ജോലി മത്സ്യ വിൽപ്പനയാണ്, ഞാനൊക്കെ എന്താ ചെയ്ത് കാര്യമായിട്ട്? എൻ്റെ കയ്യിലൊക്കെ എന്താ ഉള്ളത്? ഇതിങ്ങനെ തട്ടിക്കൂട്ടി. പിന്നെ ഉണ്ടാവും റബിയുൽ അവ്വൽ, ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ച ബോക്സിൽ ഓരോ രൂപ, 2 രൂപ, 1 രൂപയൊക്കെ ഇട്ടിട്ട് ഒരു 300-400 രൂപയാക്കിയിട്ട് മിഠായിയൊക്കെ വാങ്ങിയിട്ട് കൊടുക്കും. ഇതല്ലാണ്ട് നമുക്ക് എന്താ ഉള്ളത്? അതാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അള്ളാഹ്. ഇനി അടുത്തത്, പിന്നെ ഒരാൾക്ക് നന്നാവാൻ തോന്നുമ്പോൾ ടെൻഷനാവുന്നത്, അല്ലാഹ് ഉസ്താദേ എൻ്റെ ഒന്ന് കാര്യം പറയാണ്ടിരിക്കുന്നതല്ല, അത്രയും തമ്മാടിയാണ് ഞാൻ, അത്രയും തെറ്റ് ചെയ്തിട്ട് എൻ്റെ കോലം നോക്കണ്ട, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, എൻ്റെ പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ഹറാമുകൾ ചെയ്തിട്ടുണ്ട്. അതിനാണ് അടുത്ത വാക്ക്, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ്. എന്താ പ്രയോഗം നോക്കിയേ, ഈ ബിസ്മിയിൽ തന്നെ മുഴുവനുണ്ട്. ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അള്ളാഹ്, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ്. ഇത് ഒതുക്കിൻ്റെ അടുത്ത ആയത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകം അടക്കി ഭരിക്കുന്ന രാജാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് പറയുമ്പോൾ അർത്ഥം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ലോകം അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആമസോൺ, പസഫിക്, അറ്റ്ലാന്റിക്, പിന്നെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ, ഏത് ലോകവും കാടും സമുദ്രവും ഈ മുഴുവൻ അഖിലാണ്ട ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന റബ്ബ് എന്ന് പറയുമ്പോൾ ഈ ചോട്ടൊന്നിനും കൊള്ളാത്ത എന്നെയല്ല അള്ളാഹു, നമ്മളെല്ലാം എവിടെയായിരിക്കും? ഞാൻ ഇന്നലെ ദ്വാരന്നാൽ എങ്ങനെ? എടാ, ഞാനല്ലേ നിന്നോട് നേരത്തെ പറഞ്ഞ അർ-റഹ്മാൻ അർ-റഹീം. അപ്പൊ ബിസ്മിന്റെ പകുതി കോപ്പി പേസ്റ്റ്. എടാ, നേരത്തെ പറഞ്ഞത് മറക്കണ്ടവനെ, ഞാൻ റഹ്മാൻ റഹീമോനെ ലോകം അടക്കി ഭരിക്കുന്ന ആളാണ് ഞാനെന്ന് കരുതിയിട്ട് നീ എന്തിനാ എന്നെ പഠിക്കുന്നത്? ഞാൻ റഹ്മാൻ റഹീമോനെ. ശരിക്കും പറഞ്ഞാൽ ഖുർആൻ തുടങ്ങിയ പാടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ശരിക്കും മാറ്റർ ഇല്ലാത്തതുകൊണ്ട് ആവർത്തിക്കുന്നതല്ല കണ്ടന്റ്. പിന്നെ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്ക് ഒരു പേടി വരും, ലോകം മുഴുവൻ നോക്കുന്ന അള്ളാഹുവിനെ എന്നെല്ലാം അങ്ങനെയൊന്നും നോക്കണ്ടട്ടാ. ഇതാണ് നമ്മുടെ അള്ളാഹു. എന്നിട്ട് അള്ളാഹ് ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ ചോദിക്കുക, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. നിങ്ങൾ തെറ്റ് ചെയ്തു പോയി എനിക്കറിയാം, ഞാനല്ലാണ്ട് നിങ്ങൾക്ക് ആരാ? പുറത്തേർത്ത് മക്കളെ, ഞാനില്ലേ നിങ്ങൾക്ക്? അന ഇന്ദ വന്യ അബ്ദീ ബി. എന്നെ കുറിച്ച് നിങ്ങൾ നല്ലത് വിചാരിക്കൂ. അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ നന്മ അള്ളാഹ് സ്വീകരിക്കും, എൻ്റെ തെറ്റല്ല പുറത്തു തരും, എന്നെ നന്നാക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മഴ ഇല്ലാതിരുന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം നാട്ടുകാരെ മൊത്തം ഒരുമിച്ച് കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി വരുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു മഴ തീരുന്നില്ല എന്ന്. എന്തേ കാരണം വെച്ചാൽ ഇന്നഫീക്കും റജുലൻ കഥ അതിനെ 40 സന 40 കൊല്ലമായിട്ട് തമ്മാടിയായിട്ട് നടക്കുന്ന ഒരുത്തൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, അവനുണ്ടാവും എങ്ങനെ മഴ തരിക? 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു നന്മ ചങ്ങായിക്ക് ചെയ്തൂടെ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് നല്ല വിഷമമായി. മൂസാ നബി അലൈഹി സ്വലാം സദസ്സിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് അത്ര, ഇപ്പം അയാൾ പോകണം, നാട്ടുകാരെ മഴ അനുഗ്രഹം അയാൾ കളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായി ഇത് എന്നെയാണ് പറയണത്, എന്നെക്കൊണ്ട് നാട്ടുകാർക്ക് മഴ കിട്ടൂല, പക്ഷെ ഞാൻ ഇവിടുന്ന് പോയാൽ വലിയൊരു പ്രശ്നമുണ്ട്, നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും ആ തമ്മാടിയായ മനുഷ്യൻ ഞാനാണ്. ഇവിടെ നിന്നാലും പ്രശ്നമുണ്ട്, എന്നെക്കൊണ്ട് ആർക്കും മഴ കിട്ടൂല. മൂസാ നബി അലൈഹി സ്വലാം പറയുന്നിട്ടില്ല, 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരാളുടെ അയാൾ പോകണം എന്ന് കേട്ടിട്ടില്ലേ? അപ്പം അയാൾ ആദ്യമായിട്ട് 40 കൊല്ലത്തിന് ശേഷത്തിൻ്റെ ആ ഗ്യാപ്പിൽ അയാളെ നാവ് അണ്ണാക്കിലേക്ക് ടച്ച് ചെയ്തിട്ട് അള്ളാനെ വിളിച്ചു, അള്ളാഹ് ഈ നാട്ടാർ മുമ്പിൽ എന്നെ വഷളാക്കല്ല റബ്ബേ, പ്ലീസ്, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, ഇനി ഞാൻ തെറ്റ് ചെയ്യും. അപ്പോഴേക്ക് ചറ പറ മഴ പെയ്തു. അള്ളാഹ്ക്ക് അത്രയേ ഉള്ളൂ, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. അള്ളാഹ് നമ്മളെ റബ്ബല്ലേ, നിങ്ങൾ ചറ പറ മഴ പെയ്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വെച്ച് ആരും തൗബ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല റബ്ബേ, അല്ലെങ്കിൽ ആരും പോന്നിയും കണ്ടിട്ടില്ല, എന്താ റബ്ബേ? അപ്പോൾ അള്ളാഹു കത്താബയിലെയ്യ, അയാൾ ഫോം ഫില്ല് ചെയ്ത് ശരിയാക്കി തന്നിന്. അത്രേ അള്ളാഹ്ക്ക്. നമ്മൾ അള്ളാഹ്ക്ക് ഇപ്പോൾ വലിയ തെറ്റ് പൊറുക്കുക ചെറിയ തെറ്റ് പൊറുക്കുക എന്നുള്ളതിന് ഡിഫറൻസ് ഒന്നുമില്ല. വലിയ തെറ്റ് പൊറുക്കണമെങ്കിൽ അള്ളാഹ്ക്ക് എന്തോ അധ്വാനം ഉണ്ടോ? ആരുടെങ്കിലും പെർമിഷൻ വേണോ? യാ നഫ്സി ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത്. മോനെ, നീ വലിയ തെറ്റാണ് ചെയ്തു പോയത് എന്നുള്ളതിന്റെ പേരിൽ നന്നാവില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമി. അള്ളാഹ്ക്ക് തെറ്റ് പൊറുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതും വലുതല്ല ദോനോ ബറാബർ ഹേ, രണ്ടും കണക്കന്നെ.
രണ്ടും കണക്കാണ്. അപ്പൊ അയാൾ തൗബ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ച്, എന്നാൽ എനിക്കൊരു പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്, അതൊന്ന് പറയട്ടെ. പറയൂ. അയാളെ എനിക്ക് കാണിച്ചു തരും. അതെന്തിനാ? അല്ല, അയാൾ തൗബ ചെയ്ത് നന്നായാളല്ലേ. ഇല്ല, കാണിച്ചു തരൂല. എന്തേന്ന് വെച്ചു, ഇപ്പോൾ ഞാൻ അയാളെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പണ്ട് 40 കൊല്ലം തെറ്റെയ്ത ആളല്ലേ എന്നൊരു തോന്നൽ നിങ്ങളെ മനസ്സിലുണ്ടാവും. അത് വേണ്ട. 40 കൊല്ലം ചമ്മാടിയായിട്ട് നടക്കുന്ന കാലത്ത് തന്നെ ആ മോനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയൊന്നും എൻ്റെ അടിമനെ വഷളാക്കാൻ എന്നെ കിട്ടൂല. ഈ അള്ളാഹുവിനെ നമ്മളെല്ലാം സ്നേഹിക്കണം. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വേണം നമ്മൾ പറയും, നമ്മൾ അതിന് ശ്രമിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ ഇത്ര റഹ്മത്തുള്ള നേതാവായത് അള്ളാഹ് ആക്കിയതാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഫബിമ റഹ്മത്തി മിനല്ലാഹി, ഞാനാണ് എൻ്റെ തങ്ങൾ ഇത്ര സോഫ്റ്റ് ആക്കിയത്. ആ റഹ്മത്തുള്ള നേതാവിനെ നമ്മൾ സ്നേഹിക്കുന്നതിൽ വലിയ ഇബാദത്താണ്. ആ ഇബാദത്ത് ഉള്ളതോടൊപ്പം അള്ളാഹുവിനെ നമ്മൾ അറിയാനും കാണാനും എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുപോലെ കഴിയണം. മഗ്ഫിറത്ത് കിട്ടണം, മർഹമത്ത് ഉണ്ടാവണം, നന്നാവണം. അതിനാണ് അള്ളാഹു റജബും ഷഅബാനൊക്കെ തന്നത്. റമദാൻ ആകുമ്പോഴേക്കും നമ്മൾ അടിമുട്ടി ശുദ്ധിയാവാനാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തേരുമാറാവട്ടെ. അള്ളാഹുവെ, എത്രയോ നല്ല സദസ്സിൽ പങ്കെടുക്കാൻ നീ നമുക്ക് ചാൻസ് തന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ നന്നാവുന്നില്ല. അഥവാ എന്തെങ്കിലും ആയാൽ തന്നെ 2 ദിവസം ഉണ്ടാവും അതിൻ്റെ വോൾട്ടേജ്, പിന്നെയും പഴയ പൊട്ടൻ ജീവിതം തന്നെ. അതൊക്കെ ഒന്ന് നിർത്തി തന്ന് നീ നമ്മളെ പൂർണ്ണമായി നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. ഒരുപാട് കാലം തെറ്റിലായി ജീവിച്ച പലരെയും നീ ഏറ്റെടുത്തിട്ട് നന്നാക്കിയിട്ടുണ്ട്. എത്ര ആൾക്കാരെ സൂഫിയാക്കളാക്കിയിട്ടുണ്ട്. അവരുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് നീ നമ്മുടെ എല്ലാ തെറ്റും പുറത്തു തന്നു നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനെ. നമുക്ക് തന്ന മക്കളെ, തരുന്ന മക്കളെ ഒക്കെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആയിൽ ഉണ്ടാവണമേ എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.